ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ കല്യാണിയും കിരണും എല്ലാവരും ചേർന്ന് തന്റെ അച്ഛന്റെയും അമ്മയുടെയും രണ്ടാമത്തെ വിവാഹ വാർഷികം ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അവരെല്ലാവരും ചേർന്ന് സന്തോഷത്തോടു കൂടി തന്നെ അച്ഛന്റെ അമ്മയോടും കേക്ക് മുറിക്കാനൊക്കെ ആവശ്യപ്പെടുകയാണ്. അവരങ്ങനെ കേക്ക് മുറിക്കുകയാണ്. അതേ സമയത്താണെങ്കിൽ നമ്മുടെ രാഹുലും വിക്രവും ഒക്കെ വളരെ വെപ്രാളപ്പെട്ടിട്ട് ഇപ്പൊ ബോഡി എടുക്കും, അയ്യോ ഞങ്ങൾക്ക് അതൊന്ന് കണ്ടിട്ട് ആസ്വദിക്കാൻ കൂടി സമയം കിട്ടില്ലല്ലോ എന്നൊക്കെ ഇതാക്കിയിട്ട് വെപ്രാളപ്പെട്ട് അങ്ങോട്ട് ഓടി വരികയാണ് കേട്ടോ. അങ്ങനെ ആ സമയത്ത് ഹരിസാറാണെങ്കിൽ പുറത്ത് നിൽക്കുന്നുണ്ട്. ഹരിസാറ് പറയുന്നുണ്ട് അകത്തുണ്ടെന്നുള്ള ഇങ്ങനെ തലോണ്ട് ഇങ്ങനെ കാണിക്കുകയാണ്. അങ്ങനെ അവരിങ്ങനെ അകത്തേക്ക് വരുമ്പോൾ കാണുന്ന കാഴ്ച ചന്ദ്രസേനനും രൂപയും കത്തി ഒന്നിച്ച് പിടിച്ച് കേക്ക് മുറിക്കുന്നതും അതുപോലെ തന്നെ എല്ലാവരും ചേർന്ന് കൈയടിക്കുകയും വളരെ സന്തോഷത്തോടു കൂടിയുള്ള ഒരു നിമിഷം തന്നെയാണ് കാണപ്പെടുന്നത്. അത് കാണുന്ന പ്രകാശനും വിക്രത്തിനും സഹിക്കാൻ പോലും പറ്റുന്നില്ല. അവർ പറയുന്നുണ്ട് എന്താണ് ഈ കാണുന്നത്, അവരൊക്കെ കരഞ്ഞിരിക്കുന്ന വളരെ സന്തോഷിക്കാൻ വേണ്ടി, ആ കാഴ്ച കണ്ട് സന്തോഷിക്കാൻ വേണ്ടി വന്ന അവർ കാണുന്നത് അവരുടെ ഒരു സന്തോഷമാണ്, ഒരിക്കലും സഹിക്കാൻ പറ്റുന്നില്ല. അതേ സമയത്ത് നിങ്ങൾ എൻ്റെ ബോഡി കാണാൻ വന്നതല്ലേ എന്നും ചോദിച്ച് ചന്ദ്രേട്ടനെ അരികിലേക്ക് വരികയാണ് പ്രകാശന്റെ. അങ്ങനെ പ്രകാശന്റെ മുഖത്ത് നോക്കി ആഞ്ഞടിക്കുന്നുണ്ട് ചന്ദ്രേട്ടൻ. അവൻ മുഖവും പൊത്തി അങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, രാഹുൽ നിങ്ങളോട് പറഞ്ഞതായിരിക്കില്ലേ ഇത് ദേടാ എൻ്റെ ബോഡിയാണ്ടായി നിൽക്കണേന്നും പറഞ്ഞിട്ട് ചന്ദ്രസേനൻ ഇങ്ങനെ കളിയാക്കുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് കല്യാണി വന്നിട്ട് വിക്രത്തിന്റെ മുഖം കാരണം അടിച്ചു പൊട്ടിക്കുകയാണ്. അവൾ പറയുന്നുണ്ട്, നീ ഇനിയെങ്കിലും നന്നാവുമെന്ന് വിചാരിച്ചു. നിങ്ങൾ ഇവിടേക്ക് വന്ന് എൻ്റെ അച്ഛൻ്റെ ബോഡി കണ്ടിട്ട് സ്വന്തം അച്ഛൻ നിലയിൽ നിൽക്കുമ്പോൾ തന്നെയാണ് അവൾ അങ്ങനെ പറഞ്ഞത്. സ്വന്തം അച്ഛൻ എന്നുള്ള രീതിയിൽ സംസാരിക്കുകയാണ്. എൻ്റെ അച്ഛൻ്റെ ബോഡി കാണാൻ വേണ്ടി നിങ്ങൾ വന്നതാണല്ലേ, എന്താ വിചാരിച്ചത്? നിങ്ങൾ ഇനിയും നന്നാവാൻ നിങ്ങൾ തീരുമാനിച്ചിട്ടില്ല. എൻ്റെ അമ്മമ്മ മാറി, അതുകൊണ്ട് തന്നെ അമ്മമ്മയുടെ ജീവിതം സുരക്ഷിതമാക്കുകയും ഞാൻ ചെയ്തു. നിങ്ങൾ ഇനിയും അനുഭവിക്കും, ഇതല്ല ഇതിൻ്റെ അപ്പുറം നിങ്ങൾ അനുഭവിക്കാനാണ് കിടക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് കല്യാണി നല്ല വർത്താനം പറയുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കേട്ട് നാണം കെട്ട് തല കുമ്പിട്ട് പ്രകാശനും വിക്രവും ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു ഭാഗമൊക്കെയാണ് എന്തായാലും നാളെ കാണാൻ പോകുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.